നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അലി ലാരിജാനിയെ കൊലപ്പെടുത്തി ഇന്നലെ ഇറാനെ നടുക്കിക്കളഞ്ഞിരുന്നു ഇസ്രയേൽ. തൊട്ടുപിന്നാലെ ലോകം കേൾക്കുന്നത് ഒരു മൊസാദ് ചാരനെ ഇറാൻ വധിച്ചുവെന്ന വാർത്ത. ഇറാനിൽ നിന്ന് സുപ്രധാന വിവരങ്ങൾ ഇസ്രയേലിന് ചോർത്തി നൽകിയ ചാരനെയാണ് ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത്. കൗറൂഷ് കീവാനി എന്നയാളെയാണ് ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത്. ഇസ്രയേലും അമേരിക്കയും ഇറാന് നേർക്ക് ആക്രമണം ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ് ചാരപ്രവൃത്തി ആരോപിച്ച് ഒരാളെ ഇറാൻ വധിക്കുന്നത്. ഇറാനിലെ അതിസുരക്ഷാ മേഖലകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇസ്രയേലിന് ചോർത്തിക്കൊടുത്തു എന്നാണ് ഇയാൾക്കുമേൽ ആരോപിക്കപ്പെടുന്ന കുറ്റം. ഇതേ തുടർന്ന് പിടിയിലായ കൗറിഷ് കീവാനിയെ ബുധനാഴ്ച വധിക്കുകയായിരുന്നു. കഴിഞ്ഞ ജൂണിൽ 12 ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധകാലയളവിലാണ് കീവാനി പിടിയിലാകുന്നത്. മൊസാദുമായുള്ള കൂടിക്കാഴ്ച വിവരങ്ങൾ ലഭിച്ചുവെന്ന് ഇറാൻ ജുഡീഷ്യറി കണ്ടെത്തി. തുടർന്ന് ഇയാൾക്ക് വധശിക്ഷ വിധിച്ചു. 6 യൂറോപ്യൻ രാജ്യങ്ങളിലും ടെൽ അവീവിലും അടക്കം ഇയാൾക്ക് മൊസാദ് പരിശീലനം നൽകിയെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. സാധാരണഗതിയിൽ മൊസാദിൻ്റെ ഏതെങ്കിലും ഒരു ചാരനെ വധിച്ചാൽ അപ്പോൾ തന്നെ പ്രതികാരം തീർക്കുന്ന പതിവ് മൊസാദിനുണ്ട്. അതിക്കുറിയും ആവർത്തിച്ചു. ഇസ്രയേലിൻ്റെ ചാരനെ വധിച്ചതിന് തൊട്ടു പിന്നാലെ ഇസ്രയേലിൻ്റെ രൂക്ഷമായ ആക്രമണം ഇറാന് നേർക്ക്. ഇറാൻ ഇൻ്റലിജൻസ് മന്ത്രിയാണ് അവർ കൊലപ്പെടുത്തിയത്. ചില മറുപടികൾ അപ്പോൾ നൽകണമെന്ന് ഇസ്രയേൽ പറഞ്ഞു. മൊസാദിൻ്റെ ചാരനെന്ന് ആരോപിച്ച് ഒരാളെ വധിക്കുന്നു. തൊട്ടു പിന്നാലെ ഇൻ്റലിജൻസ് മന്ത്രിയെ തന്നെ കൊലപ്പെടുത്തുന്നു. ഇറാന്റെ ഇൻ്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബ് ടെഹ്റാനിൽ ഇന്നലെ രാത്രി നടന്ന ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. ഇക്കാര്യം ഇസ്രയേൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇറാന്റെ ഇൻ്റലിജൻസ് മന്ത്രി കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഇനിയും സുപ്രധാനമായ ചില ആശ്ചര്യങ്ങൾ ലോകത്തെ കാത്തിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് രാത്രിയും എല്ലാ മേഖലകളിലും കാര്യമായ ആശ്ചര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി പറയുന്നത്. അതിൽ ലെബനനിൽ ഹിസ്ബുള്ളയും ഇറാനിലെ സായുധ സേനയും ഒക്കെ പ്രതീക്ഷിക്കണം. ഇറാനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളുടെ തീവ്രത വർദ്ധിപ്പിച്ചുവെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഇറാനിയൻ രഹസ്യാന്വേഷണ മന്ത്രി ഖത്തീബ് ഒറ്റ രാത്രി കൊണ്ടാണ് ഇല്ലാതാക്കപ്പെട്ടത്. ഇനി അധിക അനുമതികൾ IDFന് ആവശ്യമില്ല. ഇറാനിൽ ഏത് നേതാവിനെ വേണമെങ്കിലും IDFന് ഉന്നം വയ്ക്കാം, അവർക്ക് വധിക്കാം. ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ. ഇക്കാര്യത്തിൽ നെതന്യാഹു IDFന് വേണ്ട സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട് എന്നാണ് പ്രതിരോധ മന്ത്രി പറഞ്ഞത്. സർവത്ര ജനങ്ങളെ ഭയക്കുന്ന ഇറാൻ ഭരണകൂടത്തിന്റെ ചെയ്തികൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ വിശദീകരിക്കുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ ഗൂഢാലോചന നടത്തി എന്ന് ആരോപിക്കുന്ന 100-ലധികം ചാരന്മാരെന്ന് സംശയിക്കപ്പെടുന്നവരെയാണ് ഇന്നലെയും മിനിങ്ങാന്നുമായി ഇറാൻ അറസ്റ്റ് ചെയ്തത്. നിരോധിത ടെലിവിഷൻ ചാനലുകളുമായി സഹകരിച്ചു എന്നാരോപിക്കുന്ന വ്യക്തികൾ വരെ അക്കൂട്ടത്തിലുണ്ട്. ഇൻ്റലിജൻസ് മന്ത്രാലയം 26 പ്രവിശ്യകളിൽ നിന്ന് 111 സെല്ലുകളെ തിരിച്ചറിഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്തുവെന്നാണ് ഇപ്പോൾ ഇറാൻ ഔദ്യോഗികമായി പറയുന്നത്. 111 സെല്ലുകളിലായി പ്രവർത്തിച്ചിരുന്ന ചാരന്മാരെയാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്തത്. അതിൽ എത്ര ആളുകളുണ്ട് എന്ന് വ്യക്തമാക്കുന്നില്ല ഇറാൻ. അമേരിക്കയുമായി ബന്ധമുള്ള 4 ചാരന്മാരെ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഹമേദാൻ നഗരത്തിൽ നിന്നും പടിഞ്ഞാറൻ അസർബൈജാൻ പ്രവിശ്യയിൽ നിന്നും അറസ്റ്റ് ചെയ്തുവെന്നാണ് ഒരു വാർത്ത. അലി ലാരിജാനിയെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇറാന്റെ ആകാശം ഇത് ചുവപ്പിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത്. ഇറാനിൽ നിന്നുള്ള ഒരു മിസൈൽ ആക്രമണത്തിൽ 2 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഇസ്രയേലിൽ. എന്നാൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോഴും ഒറ്റപ്പെട്ട ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നു. എന്നാൽ മറ്റ് ആളപായങ്ങൾ ഇസ്രയേലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇസ്രയേലിനെതിരെ പ്രതികാരം ചെയ്യാനിറങ്ങിയ ഹിസ്ബുള്ളക്കിട്ടാണ് ഇപ്പോൾ മാരകമായ ആക്രമണങ്ങൾ. ബെയ്റൂത്ത് അക്ഷരാർത്ഥത്തിൽ കത്തിച്ചുകൊണ്ട് IDF മുന്നേറുന്ന കാഴ്ച. ബെയ്റൂത്തിൻ്റെ ഒരു ഭാഗം തങ്ങൾ പിടിച്ചെടുക്കുമെന്ന് IDF പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഹിസ്ബുള്ള തല പൊക്കിയാൽ ചാരമാക്കുമെന്ന ഇസ്രയേലിൻ്റെ മുന്നറിയിപ്പ്. തിങ്കളാഴ്ച രാത്രിയിൽ നടന്ന ആക്രമണത്തിലാണ് ഇറാന്റെ അലി ലാരിജാനിയും ബാസിച്ച് മേധാവിയും കൊല്ലപ്പെട്ടത്. യുദ്ധത്തിന്റെ ആദ്യ നാളുകൾക്ക് ശേഷം ഇറാനിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൊലപാതകമാണ് ഇക്കഴിഞ്ഞ ദിവസം അവിടെ നടന്നത്. മുൻ ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി തെരഞ്ഞെടുക്കപ്പെട്ട 2021 ഓഗസ്റ്റ് മുതൽ ഖത്തീബ് ഇൻ്റലിജൻസ് മന്ത്രിയാണ്. ഇസ്രയേലിന്റെ എല്ലാ വിവരങ്ങളും തങ്ങൾ ചോർത്തിയെടുക്കും എന്ന് പ്രഖ്യാപിച്ച ഇൻ്റലിജൻസ് മന്ത്രി ഇറാൻ രഹസ്യാന്വേഷണത്തിൽ മൊസാദിനെ കടത്തിവെട്ടും എന്ന പ്രഖ്യാപനത്തോടെയാണ് ഖത്തീബ് തന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. എന്നാൽ മൊസാദ് സമർത്ഥമായി ഇപ്പോൾ ഖത്തീബിനെ തന്നെ വധിച്ചിരിക്കുന്നു. 2021 അധികാരത്തിലെത്തിയ റെയ്സി ഒരു ഹെലികോപ്റ്റർ അപകടത്തിലാണ് കൊല്ലപ്പെട്ടത്. മസൂദ് പെസഷ്കിയാനാണ് അദ്ദേഹത്തിന് ശേഷം ഇറാനിയൻ പ്രസിഡന്റായി സ്ഥാനമേറ്റത്.
പെസഷ്കിയാനും ഖത്തീബിനെ തന്റെ സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചു. രഹസ്യാന്വേഷണ വിവരശേഖരണത്തിൽ ഇറാനിലെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവ് എന്നാണ് ഖത്തീബ് അറിയപ്പെട്ടത്. അതേ ഖത്തീബിനെ ഇപ്പോൾ IDF കൊലപ്പെടുത്തുമ്പോൾ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ സൂക്ഷിപ്പുകാരൻ എന്ത് സംഭവിച്ചു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. പരമ്പരാഗതമായി ഇറാനിൽ പുതിയ പ്രസിഡന്റുമാർ അധികാരം ഏറ്റെടുക്കുമ്പോൾ പഴയ മന്ത്രിമാരെ മാറ്റി പുതിയ മന്ത്രിമാരെ നിയോഗിക്കുകയാണ് പതിവ്. എന്നാൽ ഇന്ത്യൻസ് മന്ത്രിയെ അതേപോലെ തുടരാൻ അനുവദിച്ചു. ആയത്തുള്ള അലി ഖമനേയിക്ക് ഏറ്റവും വിശ്വസ്തനായിരുന്നു ഖത്തീബ്. ഖമനേയി ഏറ്റവും മികവുറ്റ ഭരണാധികാരി എന്ന് വാഴ്ത്തിയ വ്യക്തി. ഒരു വശത്ത് പെസഷ്കിയാൻ അറിയപ്പെട്ടിരുന്നത് മിതവാദിയായി, എന്ന ഖത്തീബ് ഒരു തീവ്രവാദിയായി അറിയപ്പെട്ടിരുന്നു. വർഷങ്ങളായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന് ഏറെ വിശ്വാസ്യതയുള്ള മന്ത്രിയായിരുന്നു രഹസ്യാന്വേഷണ വകുപ്പിന്റെ തലപ്പത്തിരുന്നത്. ഖത്തീബ് തന്റെ കരിയറിന്റെ ഭൂരിഭാഗവും ചെലവിട്ടത് IRGCയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ. അതുകൊണ്ട് തന്നെ രഹസ്യാന്വേഷണ വിഭാഗവും IRGCയും ഒരുപോയോടെ പ്രവർത്തിക്കാൻ ഖത്തീബിന്റെ നാളുകളിൽ കഴിഞ്ഞിരുന്നു. റൈസിക്ക് മുൻപ് ഇറാൻ പ്രസിഡന്റായിരുന്ന ഹസൻ റൂഹാനിയേക്കാൾ IRGCയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു റൈസി. ഇന്ത്യൻസ് മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിനു വേണ്ടി റൈസി IRGCയിൽ നിന്ന് ഖത്തീബിനെ മാറ്റി. അപ്പോഴും IRGCയുമായി വളരെ അടുപ്പം സൂക്ഷിക്കാൻ ഖത്തീബിനോട് ആവശ്യപ്പെട്ടിരുന്നു. IRGCയുടെ ആധിപത്യം തുടരുന്നതിനു വേണ്ടി ഖത്തീബിനെ ഭാഗികമായി IRGCയുടെ ചുമതലയിൽ നിലനിർത്താൻ ഖമേനി തന്നെയാണ് അന്ന് നിർദ്ദേശം മുന്നോട്ട് വച്ചത്. തന്റെ ലക്ഷ്യങ്ങളോട് കൂടുതൽ അടുപ്പം പുലർത്തുന്നവരെ അലി ഖമനേയി ചേർത്ത് നിർത്തി. അതിന്റെ ഭാഗമായിരുന്നു ഖത്തീബിനെ കൂടുതൽ അടുപ്പിച്ചത്. മികച്ച ചാരപ്രവർത്തികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇന്ത്യൻസ് മന്ത്രാലയത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നത്. ഇറാന്റെ ഇന്ത്യൻസ് മന്ത്രിയെ തന്നെ വധിച്ചുകൊണ്ട് ഏറ്റവും സുപ്രധാനമായ ഒരു വിജയമാണ് ഇപ്പോൾ ഇസ്രയേൽ കൈവരിച്ചിരിക്കുന്നത്. മറുവശത്തിത തനിക്ക് ഇറാനെതിരെ വിജയിക്കാൻ ഒരു രാജ്യത്തിൻ്റെയും സഹായം ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ച ട്രംപിന് മുന്നിൽ കൂടുതൽ സഹായ വാഗ്ദാനവുമായി നിരവധി രാജ്യങ്ങളെത്തുന്ന മറ്റൊരു കാഴ്ചയും. അടച്ചുപൂട്ടിയ ഹോർമുസ് കടലിടുക്ക് തുറക്കാനും മേഖലയിൽ ഇറാന്റെ അപ്രമാദിത്വത്തിന് പൂട്ടിടാനും സഖ്യകക്ഷികളുടെ കൂടുതൽ സഹകരണം ഇപ്പോൾ ട്രംപിന് വാഗ്ദാനം ചെയ്യപ്പെട്ടു. യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും ചൈനയും ജപ്പാനും ഒക്കെ പടക്കപ്പൽ അയച്ച് ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ തനിക്കൊപ്പം നിൽക്കണമെന്നാണ് ട്രംപ് നേരത്തെ ആവശ്യപ്പെട്ടത്. എന്നാൽ തനിക്ക് സഹായത്തിന് നാറ്റോ സഖ്യരാജ്യങ്ങൾ കൂടി എത്താതിരുന്നതോടെ ട്രംപ് കോപാകുലനായി. ഇനി തനിക്ക് നാറ്റോ സഖ്യരാജ്യങ്ങളുടെ ആവശ്യമില്ല, നാറ്റോയ്ക്ക് വേണ്ടി അമേരിക്ക ഒരുപാട് വിയർപ്പും പണവും ഒഴുക്കിയത് നിങ്ങൾ ഓർമ്മിക്കണമെന്നാണ് ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത്. എന്നാൽ ആരും അനുകൂലമായി പ്രതികരിച്ചില്ല. ട്രംപ് ഒറ്റപ്പെട്ടു എന്ന നിലയിൽ ലോകമാധ്യമങ്ങൾ ട്രംപിനെതിരെ വാർത്തയും നൽകി. ഇപ്പോഴിതാ ചില ഗൾഫ് രാജ്യങ്ങൾ തനിക്ക് പിന്തുണ വാഗ്ദാനം ചെയ്തു എന്ന് ട്രംപ് തന്നെ പറയുന്നു. ട്രംപിന് കൂടുതൽ പിന്തുണയുമായി ഫ്രാൻസും രംഗത്തെത്തി. അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് ഫ്രാൻസിൽ നിന്ന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ബ്രിട്ടനും അമേരിക്കയ്ക്ക് അനുകൂലമായ നിലപാടെടുക്കാനുള്ള സാഹചര്യം തെളിയുന്നു. ഹോർമുസ് കടലിടുക്ക് സ്വതന്ത്രമാക്കാൻ ട്രംപിനൊപ്പം നിലകൊള്ളുമെന്നാണ് ഫ്രാൻസ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ യുദ്ധസമാന സാഹചര്യത്തിലേക്ക് തങ്ങൾ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഫ്രാൻസ് പറയുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ടെഹ്റാനിൽ നടന്ന ഖുദ്സ് റാലിയിൽ പങ്കെടുത്ത ഇറാൻ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇറാനിൽ വലിയ നടുക്കമുണ്ടാക്കുന്നു. ടെഹ്റാനിൽ നടന്ന ഖുദ്സ് ദിന റാലിയിൽ ആയിരക്കണക്കിന് ഇറാനികൾക്കൊപ്പം അന്ന് അലി ലാരിജാനി പങ്കെടുത്തിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ റാലിയിൽ ലാരിജാനി പങ്കെടുത്തത്. തുടർന്ന് അദ്ദേഹം ട്രംപിനെതിരെ വധഭീഷണി മുഴക്കി. എന്നാൽ തെരുവിൽ ഒരു റാലിയിൽ പങ്കെടുത്ത അലി ലാരിജാനിയെ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ചാരക്കണ്ണുകൾ പിന്നീട് പിന്തുടർന്നു. ഒടുവിൽ ചൊവ്വാഴ്ച രാത്രി ടെഹ്റാൻ കേന്ദ്രീകരിച്ച് നടത്തിയ വ്യോമാക്രമണത്തിലാണ് ലാരിജാനി കൊല്ലപ്പെട്ടത്. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ഇക്കാര്യം പ്രഖ്യാപിച്ചു. അലി ഖമനേയിക്ക് ശേഷം ഏറ്റവും ഉയർന്ന ഒരു വ്യക്തിയെ കൊലപ്പെടുത്തുന്നത് അലി ലാരിജാനിയുടെ കൊലപാതകത്തോടെ. അന്ന് തന്നെ നടന്ന മറ്റൊരു വ്യോമാക്രമണത്തിൽ അർദ്ധസൈനിക വിഭാഗമായ ബാസിജ് സേനയുടെ തലവൻ ഗോലമിർസ സോലമനിയും കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചു. ഇപ്പോഴിതാ അതിനു പിന്നാലെ ഇറാന്റെ ഇന്ത്യൻസ് മന്ത്രിയെ തന്നെ ഇസ്രയേൽ കൊലപ്പെടുത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.